അടുത്തത് നമുക്ക് ജോമെട്രി ആൻഡ് ആൽജിബ്രയുടെ വേറൊരു പ്രോബ്ലം നമുക്ക് ശ്രദ്ധിക്കാം. എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 1, 3 and 2, 7. ഈ രണ്ട് പോയിന്റിൽ കൂടി കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതായത് ഈ രണ്ട് പോയിന്റിൽ കൂടി കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 1, 3 and 2, 7 എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ രണ്ട് പോയിന്റ് അവർ തന്നിട്ടുണ്ട്. 1, 3, വേറൊരു പോയിന്റ് തന്നിരിക്കുന്നത് 2, 7. രണ്ട് പോയിന്റ് തന്നിരിക്കുകയാണ്. ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ് തന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഒരു പോയിന്റ് ആയിട്ട് എക്സ് വൈ ആയിട്ട് അങ്ങ് എടുക്കുക. ആ രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഓർഡേർഡ് പെയർ എക്സ് വൈ എന്നെടുത്തു. അപ്പം അടുത്ത ലെറ്റ് ഓർഡേർഡ് പെയർ എക്സ് വൈ ബി എ തേർഡ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് ഓർഡേർഡ് പെയർ എക്സ് വൈ എടുത്തു. ഇത് നമുക്ക് എന്നും ഇത് ബിന്നും ഇത് സി എന്നും വേണം നമുക്ക് വിളിക്കാം. നമുക്ക് ആദ്യം അപ്പം സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് എ ബി, അതായത് ഈ മൂന്ന് പോയിന്റും ഒരു ലൈനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 3 points ആർ ലൈ ഓൺ എ ലൈൻ. ഒരു ലൈനിൽ തന്നെ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതിനെ കൊളീനിയർ എന്നും പറയാം. 3 points ലൈ ഓൺ എ ലൈൻ മീൻസ് 3 points ആർ കൊളീനിയർ. അപ്പൊ അതിന്റെ അർത്ഥം എ ബി എന്ന് പറയുന്ന ലൈനിന്റെയും ബി സി എന്ന് പറയുന്ന ലൈനിന്റെയും എ സി എന്ന് പറയുന്ന ലൈനും എല്ലാം കൊളീനിയർ ആണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ലൈൻസ് എല്ലാം കൊളീനിയർ ആണ്, ആ പോയിന്റ്സ് എല്ലാം കൊളീനിയർ ആണെന്ന് പറയാം. അപ്പൊ നമ്മൾ ആദ്യം സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിക്കുക. x1 y1 x2 y2 വെച്ചിട്ട് സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അതായത് 7 മൈനസ് 3 ബൈ 2 minus 1. 4 by 1 that is equal to 4. കണ്ടോ, y2 minus y1 by x2 minus x1. ഇനി നമ്മൾ സ്ലോപ്പ് ഓഫ് ബി സി കണ്ടുപിടിക്കാം. സ്ലോപ്പ് ഓഫ് ബി സി, ബി സിയുടെ സ്ലോപ്പ്. അപ്പം ഇത് x1 y1, ഇത് x2 y2 ആയിട്ട് എടുക്കാം. സ്ലോപ്പ് കാണുന്ന ഇക്വേഷൻ ഇത് തന്നെയാണ്. y2 മൈനസ് y1 ബൈ, കണ്ടോ, y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പം സ്ലോപ്പ് ഓഫ് എ ബി കണ്ടുപിടിച്ചു. സ്ലോപ്പ് ഓഫ് ബി സി വേറെ രീതിയിലും ചെയ്യാം. സ്ലോപ്പ് ഓഫ് എ ബി കാണാം, സ്ലോപ്പ് ഓഫ് എ സി കണ്ടുപിടിച്ചാലും മതി. പക്ഷെ ഈ മൂന്ന് പോയിന്റും ലൈ ഓൺ എ ലൈനാണ്. 3 points ലൈ ഓൺ എ ലൈൻ. ഒരു ലൈനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിന്റ് ആണിത്. അതുകൊണ്ട് ഇത് കൊളീനിയർ എന്ന് പറയും. ഇതിനെ കൊളീനിയർ പോയിന്റ്സ് എന്നും പറയാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ സ്ലോപ്സ് ഈക്വൽ ആണ്. സ്ലോപ്പ് ഓഫ് എ ബിയും സ്ലോപ്പ് ഓഫ് ബി സിയും ഈക്വൽ ആണ്. 3 points ആർ ലൈ ഓൺ എ ലൈൻ എന്ന് പറഞ്ഞാൽ എ ബിയുടെ സ്ലോപ്പും ബി സിയുടെ സ്ലോപ്പും എ സിയുടെ സ്ലോപ്പും എല്ലാം ഈക്വൽ ആണ്. അപ്പൊ നമ്മൾ രണ്ട് പോയിന്റ് എടുത്തു, രണ്ട് സ്ലോപ്പ് എടുത്തു. സ്ലോപ്പ് എ ബിയും സ്ലോപ്പ് ബി സി, അത് രണ്ടും ഈക്വൽ ആയിട്ട് എഴുതുന്നു. സ്ലോപ്പ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി. സ്ലോപ്പ് ഓഫ് ബി സി. അപ്പൊ നമ്മൾ ഒന്ന് ചെയ്യുകയാണ്, നോക്കാം. സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ 4 ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ബി സി എന്ന് പറയുമ്പോൾ y മൈനസ് 7 ബൈ എക്സ് മൈനസ് 2. ഇതും സ്ലോപ്പ് ഇതും സ്ലോപ്പ്. ആ രണ്ട് സ്ലോപ്സും ഈക്വൽ ആയിട്ട് എഴുതി. കാരണം 3 points ലൈ ഓൺ എ ലൈൻ. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 4നെ 4 by 1 എന്ന് അസ്യൂം ചെയ്യുക. 4 into x minus 2 is equal to y minus 7. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 4x minus 8 k into a minus b k minus k is equal to y minus 7. അതുകൂടി ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. 4x minus 8 minus y plus 7 0. രണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഇത് നെഗറ്റീവായി, ഇത് പോസിറ്റീവായി. ഒന്ന് റീ അറേഞ്ച് ചെയ്യുക. 4x മൈനസ് y മൈനസ് 8ഉം പ്ലസ് 7ഉം ഡിഫറൻസ് സൈൻ ആണ്. ഡിഫറൻസ് കണ്ടിട്ട് വലിയ നമ്പറിന്റെ സൈൻ
minus 1 is equal to 0, which is equation of line. Required equation of line. Line equation കിട്ടി.